ഗാസ യുദ്ധത്തിന്റെ ആദ്യ 16 മാസങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 75,000 കടന്നതായി ലാൻസെറ്റ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം പറയുന്നു. പ്രാദേശിക അധികൃതർ പുറത്തുവിട്ട കണക്കുകളേക്കാൾ കുറഞ്ഞത് 25,000 പേരെങ്കിലും അധികം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകൾ, കുട്ടികൾ, വയോധികർ എന്നിവരുടെ അനുപാതത്തെക്കുറിച്ച് ഗാസ ആരോഗ്യ മന്ത്രാലയം നൽകിയ വിവരങ്ങൾ കൃത്യമാണെന്നും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ ആരംഭിച്ച പ്രത്യാക്രമണത്തിൽ 2025 ജനുവരി 5 വരെയുള്ള കണക്കനുസരിച്ച് 42,200 സ്ത്രീകളും കുട്ടികളും വയോധികരും കൊല്ലപ്പെട്ടതായി പഠനം പറയുന്നു. ഇത് ഗാസയിൽ നടന്ന ആകെ മരണങ്ങളുടെ 56%. സാമ്പത്തിക ശാസ്ത്രജ്ഞർ, ഡെമോഗ്രാഫർമാർ, എപ്പിഡെമിയോളജിസ്റ്റുകൾ എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ഈ പഠനം നടത്തിയത്. ഗാസയിലെ ജനസംഖ്യയുടെ 3 മുതൽ 4% വരെ ആളുകൾ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്നും അസുഖങ്ങൾ, പോഷകാഹാരക്കുറവ് തുടങ്ങിയ പരോക്ഷ കാരണങ്ങളാലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനം വ്യക്തമാക്കുന്നു. ഗാസയിലെ മരണസംഖ്യയെക്കുറിച്ച് നേരത്തെ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. എങ്കിലും ആരോഗ്യ അധികൃതർ നൽകുന്ന കണക്കുകൾ പൊതുവെ കൃത്യമാണെന്ന് ഇക്കഴിഞ്ഞ മാസം മുതിർന്ന ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ സമ്മതിച്ചിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 70,000-ഓളമാണെന്നും ഇതിൽ കാണാതായവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ 2025 ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കൊല്ലപ്പെട്ട 570 പേർ ഉൾപ്പെടെ ആകെ മരണം 71,660 കടന്നതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്ക്. ഗാസയിലെ 2000-ഓളം കുടുംബങ്ങൾക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ഗവേഷണം തയ്യാറാക്കിയത്. ഈ വിഷയത്തിലെ വൈകാരികമായ വശങ്ങൾ കണക്കിലെടുത്ത് പലസ്തീനികളായ അന്വേഷകർ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് പഠനത്തിന്റെ സഹരചയിതാവായ പ്രൊഫസർ മൈക്കൽ സ്പാഗറ്റ് പറഞ്ഞു. ഏകദേശം 8,200 മരണങ്ങൾ മരുന്നുകളുടെ അഭാവം, പട്ടിണി തുടങ്ങിയ പരോക്ഷ കാരണങ്ങളാൽ സംഭവിച്ചതാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.